കൽക്കി എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് അങ്ങനെ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഫസ്റ്റ് ഷെഡ്യൂൾ അങ്ങനെ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട സീൻസ് തന്നെയാണ് ആദ്യമേ തന്നെ ഷൂട്ട് ചെയ്യുന്നത്, കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രഭാസ് നിലവിൽ ഈ ഒരു സീനിൽ ഇല്ലെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് ആദ്യ ഷെഡ്യൂളില്. നിലവിൽ നമ്മുടെ ഉലകനായകൻ കമൽഹാസൻ അതുപോലെ തന്നെ അമിതാഭ് ബച്ചൻ എന്നിവരൊക്കെ ആയിട്ടുള്ള സീൻസ് തന്നെയാണ് നിലവിൽ ഷൂട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട സീൻസ് ആദ്യ ഷെഡ്യൂളിൽ തന്നെയായിട്ട്. എന്തായാലും സിനിമയുടെ ഷൂട്ടിംഗ് അങ്ങനെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഹൈദരാബാദിൽ. അത് മാത്രമല്ല സിനിമയിൽ നമ്മുടെ സായി പല്ലവിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എന്തായാലും ഉടൻ വരുന്നതാണ്. കാരണം സിനിമയിൽ നമ്മുടെ സായി പല്ലവിയാണ് ദീപിക പദുക്കോളിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് വരാൻ പോകുന്നത്. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ സായി പല്ലവി, ധനുഷ്, ശ്രീലീല, സായി അഭ്യങ്കർ, മമ്മൂക്ക കോംബോയിൽ വരുന്ന വമ്പൻ സിനിമ തന്നെയാണ് ധനുഷിന്റെ 85ാമത്തെ സിനിമ. സിനിമയ്ക്ക് പേരിട്ടിട്ടില്ല. ഒരു സ്പൈ ത്രില്ലർ സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. നിലവിൽ സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് 10 ദിവസത്തെ ഫസ്റ്റ് ഷെഡ്യൂളിൽ. അതും നമ്മുടെ പ്രസാദ് സ്റ്റുഡിയോസിൽ വലിയൊരു സെറ്റാണ് പണിതിരിക്കുന്നത്. കാത്തിരിക്കുന്നത് ചെയ്യാം. നമുക്ക് ഉടൻ തന്നെ മമ്മൂക്കയും സിനിമയിൽ ജോയിൻ ചെയ്യുന്നതാണ് ഓൾമോസ്റ്റ് 3-4 ആഴ്ചത്തെ ഷൂട്ടിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് കമൽഹാസൻ രജനികാന്ത് സിനിമേന്റെ തന്നെയാണ് റീയൂണിയൻ സിനിമ, അതും 46 വർഷത്തിന് ശേഷം. എന്തായാലും നിലവിൽ കേൾക്കാൻ സാധിക്കുന്ന പടം അടുത്ത വർഷം മിഡ് ആകുമ്പോൾ സ്റ്റാർട്ട് ആകും എന്നാണ്. കാരണം നിലവിൽ നമ്മുടെ കമൽഹാസൻ നോക്കുകയാണെങ്കിൽ കൽക്കി 2 സിനിമയുണ്ട്, പിന്നെ നമ്മുടെ കമൽഹാസന് 237ാമത്തെ സിനിമ വരുന്നുണ്ട്, പിന്നെ രജനികാന്ത് നോക്കുകയാണെങ്കിൽ ജയിലർ 2 സിനിമയുണ്ട്, പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ തലേവർ 173 എന്ന സിനിമയുണ്ട്, സിബി ചക്രവർത്തി സംവിധാനത്തിൽ വരുന്ന സിനിമ. അതാണെങ്കിൽ അടുത്ത വർഷം പൊങ്കലിൽ റിലീസ് വരുന്ന സിനിമയും കൂടിയാണ്. അപ്പോൾ രണ്ടുപേരും നല്ല തിരക്കിലാണ് ഓരോ സിനിമയിൽ. അതുകൊണ്ട് തന്നെ 2027 മിഡാവും രണ്ടുപേരെ തിരക്കൊഴിയാനായിട്ട്. എന്നാൽ മാത്രമാണ് ഈ സിനിമയുടെ ഷൂട്ട് സ്റ്റാർട്ട് ആവത്തുള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോക്സിക് സിനിമയുടെ അപ്ഡേറ്റ് തന്നെയാണ്. ടോക്സിക് സിനിമേന്റെ 2 ക്യാരക്ടേഴ്സിന്റെ പോസ്റ്റേഴ്സ് ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ സുദേവിന്റെ ഒരു പോസ്റ്റർ കാണാൻ സാധിക്കുന്ന നിലവിൽ ഇന്ന് വന്ന പോസ്റ്ററിൽ. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോക്സിക് സിനിമ കേരളത്തിൽ റിലീസിന് കൊണ്ടുവരാൻ പോകുന്ന ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് നമ്മുടെ E4 എന്റർടൈൻമെന്റ്സ് ആണ് മേടിച്ചത് കേരളത്തിൽ. എന്തായാലും മാർച്ച് 19 സിനിമ ഗ്രാൻഡ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. അടുത്ത അപ്ഡേറ്റ് കേൾക്കാൻ സാധിക്കും ജനനായകൻ സിനിമയുടെ റിലീസ് തന്നെയാണ്. നമ്മുടെ ജനനായകൻ എന്ന് പറഞ്ഞ സിനിമ എച്ച് വിനോദാണ് സംവിധാനം ചെയ്യുന്നത്. KVN പ്രൊഡക്ഷൻ ഹൗസ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. നിലവിൽ കേൾക്കാൻ സാധിക്കും KVN പ്രൊഡക്ഷൻ ഹൗസ് സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത് ജൂൺ മാസത്തേക്കാണ്, ജൂൺ 18 തീയതി. എന്തായാലും ഏപ്രിൽ 30 നേരെ ജൂൺ 18 വരെ എത്തിയ സിനിമയുടെ റിലീസ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട്. കൂടുതൽ സിനിമ വാർത്തകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് യൂസ് ചാനൽ.